ആരാധനാലയങ്ങൾ ഇടിച്ചു പൊളിക്കാൻ 6 കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നു. രാവിലെ ഒരു ഗ്ലാസ് ചായ തന്നൂടെ? അയ്യോ, ചായ തന്നൂടെ വസന്ത കോകിലേ? വിളിച്ചത്ത കൊണ്ടുവരുന്നു. എന്താ? അല്ല, ചായ വേണോന്ന് പറഞ്ഞായിരുന്നു. അല്ല, ചാരായം വേണോന്ന് പറഞ്ഞ പോലെ തോന്നി. അത് തോന്നലായിരിക്കും. അത് ശരി, ഒന്ന് പിടിച്ചേ. ഒന്ന് കാലിങ്ങോട്ട് മാറ്റോ, ഒന്നിങ്ങോട്ട് മാറ്റോ. ഈ എണീറ്റാലുടനെ ചായ കുടിക്കണമെങ്കിലേ ചേട്ടനും കൂടെ അടുക്കളയിലോട്ട് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ഹെൽപ്പ് വേണോ? എന്നാ ഞാൻ പറഞ്ഞ പോലെ ഒരു സെർവന്റ് ഏർപ്പാട് ചെയ്യണം. ഓഫീസിൽ പോക്കും അടുക്കള ജോലിയും കൂടെ എനിക്ക് ഡിഫിക്കൽട്ടാ. പിന്നെ ചേട്ടാ, അഡ്വക്കേറ്റ് നന്ദകുമാർ ചേട്ടന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? എന്താ അവനെ പറ്റി വാർത്ത വല്ലതും പത്രത്തിൽ വന്നോ? വാർത്ത വരാനുള്ള സമയമായിട്ടില്ലല്ലോ, പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേട്ടാ, ഞാൻ നന്ദകുമാറിന്റെ വൈഫുമായി ഒന്ന് ടോക്ക് ചെയ്താലോ? അങ്ങനെ ടോക്കണ്ട. അല്ല, പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്നറിയാലോ? വല്ല ലവ്വോ എന്താ? ലവ്വും ഇല്ല, കിവും ഇല്ല. ഇനി അഥവാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച് വലുതാക്കി കാണിക്കുന്നത് അല്ലെങ്കിൽ വക്കീലന്മാരുടെ പൊതു സ്വഭാവമാണ്. ഇതുകൊണ്ടാണ് ഞാൻ LLBക്ക് പോകാത്തത്. നീ അവിടെ സംസാരിച്ച് എന്താ എന്നെ വിളിച്ചത്? നീ എന്നോ? കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസേ ആയുള്ളൂ, അപ്പോഴേക്കും കണ്ടില്ലേ ഒരു പുരുഷ മേധാവിത്വം? നീ പോലും. ഞാൻ പിന്നെ എന്റെ ഭാര്യ എന്താ വിളിക്കേണ്ടത്? വസന്ത കോകിലെന്ന് വിളിക്കണം. ഓ, അത് ഭയങ്കര നീളമല്ലയോ? എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ അങ്ങ് ചുരുക്കി വിളിച്ചോ. എങ്ങനെ ചുരുക്കും? സുലോചനെ സുലു, വസുന്ധരെ വസു, ആമീനെ ആമി എന്നൊക്കെ വിളിക്കൂലേ? ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ. വസന്ത കോകില, വസന്ത എന്ന് വിളിച്ചാലോ? അയ്യോ, അത് വേണ്ട, അത് കോഴികൾക്ക് വരുന്ന ഒരു അസുഖം. കോകിലെന്ന് വിളിച്ചാ? അയ്യോ, അത് വേണ്ട. നിന്റെ ശബ്ദം വെച്ച് നോക്കുമ്പോ ഒട്ടും ശരിയാവൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ അവസാനത്തെ അക്ഷരം ഒഴിച്ച് ബാക്കിയെല്ലാം കളയാം. വസന്ത കോകില, വ ല വല. കൊള്ളാം. വലേ. ഓ, ഈ ആൾക്കാർക്ക് റോഡിൽ എന്താ കാര്യം? അല്ല, മുടി ദോഷം. കാർമേഘം ഒഴിഞ്ഞ് ആകാശം തെളിഞ്ഞു തോന്നല്ലോ. വരൂ വരൂ, അകത്തേക്ക് വരൂ. വാ, വരൂ, അകത്തോട്ടിരിക്കാം. ഇരിക്കേ. ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് വരുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ആര് സംസാരിച്ചു? ചേട്ടൻ. ഓ, ഞാനങ്ങ് മറന്നുപോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്നാ മതിയെന്ന്. അല്ലല്ല, നമ്മൾ അങ്ങോട്ട് എന്നിട്ട് അവർ ഇങ്ങോട്ട് വന്നാ മതി. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇങ്ങേരുടെ ഒരു മുടിഞ്ഞ മറവി. രോഗം ഒരു കുറ്റമാണോ? രോഗം ഒരു കുറ്റമാണോ? ഏതായാലും ഞങ്ങളുടെ കടം തീർന്നല്ലോ, ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാമല്ലോ. പിന്നെന്താ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇറങ്ങാൻ പരിചയക്കാരുടെ വീടിലേറെ ശ്വാസം മുട്ടി ഇരിക്കുകയായിരുന്നു ഞാനും ചേട്ടനും. അല്ലേ ഏട്ടാ? വല ചിലക്കാണ്ടിരി, ഇവർക്കും എന്തെങ്കിലും പറയാനുണ്ടാവും. വലേ? അതെ, വസന്ത കോകില, നീളം കുറച്ച് വാ ല തുടങ്ങിയ പിന്നെ ചീഫ് മിനിസ്റ്റർ വണ്ടി പോലെ നിർത്താൻ പാടാ. ഭയങ്കര തമാശക്കാരനാ, അതുകൊണ്ട് എനിക്കിവിടെ ബോറടിയില്ല. മിസ്സസ് നന്ദകുമാർ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? അതിന് നീ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണ്ടേ? ആതിരെ ഇതുപോലെ കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, പിന്നെ എല്ലാവരുമായിട്ടും പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. അയ്യോ, ഹണിമൂൺ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തില്ലേ? ഈ തൊട്ടാവാടിയെ വേറൊരു സ്ഥലത്തുനിന്ന് പറിച്ചു നട്ടല്ലേ, അതിന്റെ വാട്ടം ഒന്ന് മാറിയിട്ട് പോവാന്ന് വെച്ചു. അറിയാ, ഒരു മാസത്തെ വെക്കേഷൻ ഇപ്പൊ കോടതി അടയ്ക്കുമല്ലോ, അപ്പൊ ഒരു വിചാരണ പ്ലാൻ ചെയ്യണം. അയ്യോ, എന്നാ നമുക്കും കൂടെ ഒരു വിചാരണ പ്ലാൻ ചെയ്യാല്ലേട്ടാ? അയ്യോ വേണ്ട, വാദി പ്രതിയാവും. വന്നിട്ട് ഇത്രയും നേരമല്ലേ, ഇവർ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? അയ്യോ, ഞാൻ ഇപ്പൊ അത് ഓർത്തതേ ഉള്ളൂ. ചേട്ടാ, മഴ തേങ്ങ തിരുമിത്ത, ഞാൻ അവര് നനയ്ക്കാം. ചെല്ല് ചെല്ല്. ഇവരിരിക്കുന്നെന്നും പറഞ്ഞ നാണിക്കൊന്നും വേണ്ട. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാ, അല്ലെന്ന് നന്ദേട്ടൻ പറയട്ടെ. തീർച്ചയായും. വന്നേ, നമുക്ക് അടുക്കളയപ്പോ. എന്തോ ഒരു വല്ലാത്ത മണം, കരിഞ്ഞ മണം വരുന്നല്ലോ. എന്റെ ഹൃദയം കരിഞ്ഞ മണമാണ്. ഇത് ഹൃദയമല്ല, അതിന്റെ തുണി കരിഞ്ഞ മണമാണെന്നാ തോന്നുന്നത്. അയ്യോ, എന്റെ ചുരിദാർ തേക്കാൻ വന്നിട്ട് പെട്ടി ഓഫ് ചെയ്തില്ലേ? അയ്യോ, ഞാൻ മറന്നുപോയി വലേ. എനിക്ക് വയ്യ ഇയാളെ ഒരു മറവി. സാധാരണ എല്ലായിടത്തും ഭാര്യയാണ് ഭർത്താവിന് ഇസ്തിരി ഇട്ട് കൊടുക്കുന്നത്, ഇവിടെ നേരെ തിരിച്ച. ഒരു ചുരിദാറിന് പകരം നിനക്കാൻ 9 ചുരിദാർ മേടിച്ചു തരാൻ വലെ, ഒരു സുബേദാരം കൊണ്ടുതരാം വലയ്ക്കാൻ. ശിവശങ്കരൻ ചേട്ടൻ. അയ്യോ, ഞാൻ മറന്നുപോയി. അല്ല, ഉണ്ണിത്താനെന്താ ഇവിടെ? വൈഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവള് മുടിയുടെ തുമ്പൊന്ന് ലെവൽ ചെയ്യാൻ ബ്യൂട്ടി പാർലറിലോട്ട് കയറി. ഇപ്പൊ മുക്കിന് ഇതല്ലേ ഉള്ളൂ. കേറിയിട്ട് ഇപ്പൊ മണിക്കൂർ 1 കഴിഞ്ഞു. അല്ല, നന്ദനെ കണ്ടിട്ട് ദിവസം കുറച്ചായി. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. തുടക്കത്തിലുണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറി, അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു. സ്മൂത്തായി തീരുമെന്ന് കരുതിയിരുന്ന എന്റെ ലൈഫ് ഗട്ടറിലുമായി. അല്ല, അതെന്ത് പറ്റി? ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്താണെന്ന് കരുതരുത്. ഒരു ഭർത്താവ് മനോഭാവമാണ് അവൾക്ക്. പൂർണ്ണമായിട്ടൊരു ഭാര്യയാകാൻ എനിക്ക് കഴിയുന്നുമില്ല, അതാ കുഴപ്പം. അല്ല ഉണ്ണിത്താനെ, ജീവിതമാകുമ്പോ
ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും, ശരിയാണ്. ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ ചാടി തലേ കയറും. ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. മേമനെ തറവാട്ടിലേ ഞാൻ. അല്ല പിന്നെ അല്ല, ദേ വരും നമ്മുടെ വസന്തകോവിലം. നമ്മുടെ വസന്തകോവിലേ? അല്ല, നമ്മുടെ. അല്ല, അതേന്ന് ആണോ? നമുക്ക് പോകാൻ ചേട്ടാ. നിന്റെ മുടി എന്തേടി? മുടിക്കാൻ മുറിച്ച്. ആരോട് ചോദിച്ചോട്ട്? എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? റോഡാണ്, മോശമല്ലേ? പിന്നെ നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാര് ബാഹു, അത് നിനക്കറിയോ? അപ്പൊ ഉണ്ണിയേട്ടൻ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ? മുടിയും തടിയും ജോലിയും വീടും എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. ഹോൾസെയിൽ. കല്യാണം കഴിഞ്ഞോടെ മുടി മുറിച്ചേക്കാൻ എനിക്കൊരു നേർച്ചയുണ്ടായി. പിന്നെ പെണ്ണുങ്ങൾക്ക് മുട്ടറ്റ മുടി വേണമെന്നൊരു സ്റ്റൈലിന് ആണുങ്ങൾക്ക് പറയാം. പക്ഷെ ഇത് നനച്ചുണക്കി ചോന്നു നടക്കുന്നതിന്റെ കഷ്ടം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാവോ? അത് ശരിയാ. ഏത് ശരിയാ? എന്താ തന്റെ പേര്? ശിവശങ്കരൻ. നന്നായിട്ട് കാറ്റ് കയറും. എന്തൊരു സുഖം. അപ്പൊ ഞാനങ്ങനെ വരും. വരണ്ട. കഴുത്തി പൂടയില്ലാത്ത കോഴികളെ ഞാൻ എന്റെ സ്കൂട്ടറിന്റെ പിന്നെ കേറ്റാറില്ല. നീ മുടി പോയ സുഖത്തിൽ സുഖിച്ച് റോഡേ നടന്നു വന്നാൽ മതി. അവിടെ മുടിഞ്ഞും മുടി തീർച്ച ശവം. ഉണ്ണിയേട്ടൻ ഇത്ര ധൃതി വെച്ച് എങ്ങോട്ടാ? മരിക്കാൻ. കോടതിയിലോട്ട്. അല്ല പിന്നെ എങ്ങോട്ടാ? എന്നെ എന്റെ ഓഫീസിൽ ഇറക്കി വിട്ടിട്ടല്ലേ ഉണ്ണിയേട്ടൻ പിന്നെ പോകുന്നത്? പതിവ് ഞാൻ നിർത്തി. നിർത്താൻ എന്താ സർക്കാരിന്റെ ആനുകൂല്യമാണോ? അതിന്റെ കാരണം എനിക്കറിയേണ്ടത്. കാരണത്തല്ല നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നു. എടി, ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ്. തൊഴാം വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. നിന്നെ ഈ കോലത്തിൽ കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കാണുന്നില്ലല്ലോ. ഉണ്ണിയേട്ടന് വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ? നിർത്തിക്കോ. പരുവുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി. പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും, ഉറപ്പാ. മിണ്ടി പോരുത്. എന്റെ കണ്ണുമറ്റത്ത് പോ. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്ത ഭ്രാന്ത് തോന്നാൻ ഇയാളെന്തൊന്ന് വെളുത്ത ആദിവാസിയാണ്. ആരാ? എന്റെ മരുമോളാണോ ഇന്ന് പാചകം? മരുമോളും ഫിഫിമോളും കൂടാ. ഇത്രയും നാള് ഫിഫിമോൾ അടുക്കള കയറുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സാർ എവിടെ ആയിരുന്നു ഇതുവരെ? ഞാൻ ടിക്കറ്റ് കയറി ശരിയാക്കാൻ പോയതാ. ചിത്തിനോക്കെ ഡാഡി. ഈ ചോറ് വെന്തില്ലല്ലോ. മിണ്ടായിരുന്നു കഴിച്ചേച്ചു പോടാ. ഇന്നിവിടെ അല്ല ഭരണം. അതിന്റെ കുറവ് കാണാനുണ്ട്. ഇതെന്താ ഇത്? സാമ്പാർ. അപ്പൊ രസം. ഇതെന്താ ഇനി? അവിയല്. ഈ ചാമ്പാറോ വെയിലോ ഇറച്ചി മീനൊന്നുമില്ലേ? ഇന്നിവിടെ ഇറച്ചി മീനൊന്നുമില്ല. ഇന്ന് വേണിയുടെ പാചകമാണ്. ഈ അറിയാൻ വയ്യാത്ത പണിക്ക് എന്തിനാ പോകുന്നത്? ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം കൂടെ ഒരു ചരുവത്തിലിട്ട് ഇളക്കി ഇങ്ങതാ, ഞാൻ വാരി കുടിച്ചോണ്ടങ്ങ് പാ. കൊഞ്ചച്ചാറുണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട. നീ രാത്രിയിലും വരുമല്ലോ, ഓളാവുന്നോടാ. അല്ല, കൊഞ്ചച്ചാർ എടുക്കട്ടേന്ന്. മോളെ നീ ഇച്ചിരി അതിങ്ങെടുത്തോ. അമ്മാളേ അമ്മാളേ കരിമീനമ്മാളേ അമ്മാളേ അമ്മാളേ അമ്മാളേ. നിന്നെ ഞാനേ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കാം. നീ ഷൈൻ ചെയ്യുന്നോ? ആലവലാതി. ഡാഡിയുടെയും ബെറ്റിയാന്റെയും മുമ്പിൽ വെച്ച് നീ എന്നെ ആക്കുന്നോ? അയ്യേ, നീ ഇത്ര ചീപ്പായിട്ട്. അതേടാ, നിന്റെ കൂടെ ഇറങ്ങി എന്റെ അണ്ണൻ വായ നോക്കി നടക്കുന്ന നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചതും പോരാ, സാമ്പാർ പോരെന്നോ? ആഹാ, അപ്പൊ നിനക്ക് ഇനി നിനക്ക് ഇറച്ചിമീന വേണ്ടല്ലോ. ഇനി നീ ഷൈൻ ചെയ്യോ? ഷൈൻ ചെയ്യോ? ഒന്ന് പോടോ പിള്ളേ. താൻ ജപ്പാനിലും പോയിട്ടില്ല, തന്റെ കർക്കിടകത്തിലോട്ട് കച്ചവടം ഇല്ല. ഞാൻ ഗോവയിൽ പോയപ്പോ പോയില്ലോ. എന്താന്ന് ചാപ്പാടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തോമേ. എല്ലാരും താഴെ വന്ന് കഴിക്കണം. പ്ലേറ്റും ഗ്ലാസും പൊട്ടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കുന്നതാണ്. എല്ലാരും കേക്കി. താഴോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക്. ഈ ടിറ്റോയും ദുബായി പോയാൽ സാജന്റെ മാതിരി കത്ത് എഴുതാതിരിക്കരുത്. വിമാനം ഇറങ്ങിയാൽ ഉടൻ കത്തെഴുതണം. കത്തെഴുതാൻ വിവരമില്ലെങ്കിൽ അതിനുള്ളൊരു പുസ്തകമുണ്ട്, അത് നോക്കി വായിച്ച് പഠിച്ചെഴുതണം. പണ്ടത്തെ ഒരു സാഹിത്യകാരന്റെ പുസ്തകത്തിൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഒന്ന് പോടാ തെണ്ടിയുടെ മോനെ. ഇപ്പോഴാണ് ഫെലിക്സ് ആത്മാർത്ഥമായിട്ട് ഒരാളെ തെണ്ടിയുടെ മോനെ എന്ന് വിളിച്ചത്. ഒരച്ഛൻ മകൾക്ക് കത്തയക്കേ? നോ നോ നോ, മാമുക്ക പറഞ്ഞതിൽ കാര്യമുണ്ട്. സാധൻ പോയിട്ട് ഇതുവരെ ഒരു ലെറ്റർ തിരികെ അയച്ചിട്ടുണ്ടോ? ഇല്ല.
ചിറ്റോ ചെന്നാലുടൻ അടുത്ത പ്ലെയിനിൽ അവനെ കയറ്റി ഇങ്ങോട്ട് അയക്കണം. പ്ലെയിനിലല്ല എന്ത് ഞാൻ സാധനം കൊണ്ടുവരുന്നത്, കൊട്ടാരം പോലുള്ള ഒരു കപ്പലിൽ. ഞങ്ങളിതേ അക്കരയായി എത്തുന്നത്. നിങ്ങൾ എല്ലാരും കൂടി ഒരു 10 മൈലിൽ കയറി അങ്ങ് എത്തണം. താലപ്പൊലിയും ബാൻഡും വേണോ, എല്ലാം വേണം. എന്നിട്ട് ഇവിടെ വെച്ച് ഇതേപോലൊരു സന്ധ്യക്ക് ഫിഫിയുടെയും സാജന്റെയും കല്യാണം. അയ്യേ, എല്ലാരും നോക്കുന്നു വേണി. ഫിഫി നോക്ക്, അവള് കരയുന്നുണ്ടോ? ആ, ഇത് നല്ല കൂത്ത്. ഇത്തിരി കരഞ്ഞോട്ടവര്. ഇതൊക്കെ യാത്രയപ്പിന്റെ ഒരു ഭാഗമാണ്. എക്സാക്ട്ലി. ഞാൻ പോയി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തേ. അളി, ഞാൻ പോയാ നീ ഇവരെ എന്റർടൈൻ ചെയ്യണം. ഇവരെ ജോളിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ വിസയുടെ കാര്യം നീ ഏറ്റോണം. അതൊക്കെ ഞാൻ ഏറ്റു. ആ, സാമി വരുന്നുണ്ടല്ലോ. ഫിഫി ഡാർലിംഗ്, ബെറ്റി ആന്റി, അമൽസ്, അമൽസ്. അയ്യോ, വീട് മാറിയോ? ഇതല്ലേ വീട്? ഇത് തന്നെയാണല്ലോ വീട്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എവിടെ പോയിരുന്നു? ഫിഫിയും ബെറ്റിയും കൂടെ ബോംബെക്ക് പോയി. അയ്യോ, എന്ത് പറ്റി പെട്ടെന്ന് പോകാൻ? ഒന്നും ഉണ്ടായിട്ടല്ല, ആ. ബെറ്റിയുടെ ബ്രദറിന് സുഖമില്ലെന്ന് ഫോൺ വന്നു. അപ്പൊ ഒന്ന് പോയിട്ട് വരട്ടെ ഞാനും വിചാരിച്ചു. ഫിഫിക്ക് ഒരു ചേഞ്ച് ആകുമല്ലോ. ഫിഫിക്ക് ഒരു കല്യാണം ഉടനെ ആലോചിക്കണമെങ്കിൽ വേണം, ഒരു നല്ല പയ്യനെ നോക്കണം. വരട്ടെ, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. താനിരിക്കാം. ഓക്കെ. ഹായ് മിസ്സസ് വെനിറ്റിറ്റോ, ഹൗ ആർ യു? ഫൈൻ. നത്തിങ് ഈറ്റബിൾ ഐറ്റംസ്. ഉച്ചയാകട്ടെ, ചോറ് തരാം. പട്ടാളം കീടെ അവിടെ നിർത്തിയോ? സ്മാൾ സ്മാൾ. കുറവാ. അമ്മാളെ ഒന്ന് കാണാൻ പട്ടാളത്തെ ചുറ്റിപ്പറ്റി 2 സ്മാൾ ഓടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാ വന്നേ. എപ്പൊ തുടങ്ങുമോടി? ഉച്ചയാകുമ്പോ ഉണ്ണുന്നതിന് മുമ്പ് ചിലപ്പോ കഴിക്കും. ആ, ഞാനെന്നാ ഉണ്ണാറാവുമ്പോ വരാം. അപ്പോഴത്തേക്കും തുടങ്ങുമായിരിക്കും അല്ലേ? നമ്മുടെ പട്ടാള വല്ല പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഉച്ചയ്ക്ക് വരുമ്പോ ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ? ഒരാശമില്ല. പുസ്തകം ഗർഭകാല വ്യായാമങ്ങൾ ജഗതു പിള്ള സാറിന്റെ ചൂണ്ടിയതാ. ആ, ഇത് നോക്കി ചെയ്താൽ മതി. 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. വൃത്തിയുള്ള തറയിൽ വൃത്തിയായിട്ടിരിക്കുക, എന്നിട്ട് പിന്നോട്ട് മലരുക, 2 കാലും ഒരേപോലെ പൊക്കി തലയുടെ പിൻഭാഗത്ത് തുടങ്ങിയത് വ്യായാമത്തിലായിരുന്നു, അവസാനിച്ച വ്യായാമത്തിലല്ല. ഐറ്റം നമ്പർ 2. ഐറ്റം നമ്പർ 2 വേണ്ട, ഞങ്ങൾ രാവിലെ TV കണ്ട് ചെയ്തോളാം. അയ്യോ, അതൊന്നും കയറി ചെയ്തോളരുത്. അതൊക്കെ ഗർഭം ഇല്ലാത്ത സ്ത്രീകൾക്കുള്ളതാ, അപകടമാണ്. കാസർഗോഡ് ലിങ്ക് വരുമ്പം ഗർഭമുള്ള സ്ത്രീകൾക്കുള്ള വ്യായാമങ്ങൾ വരും, അപ്പൊ ചെയ്താൽ മതി. അന്നേരത്തേക്ക് ഇതുപോലെ സെറ്റപ്പ് ചെയ്ത് പോയി. സുധു ഒന്ന് പോകുന്നുണ്ടോ? അതെ, ഞാൻ പോവാ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരാം. വരട്ടെ. ഓക്കെ. ഓക്കെ. ഡെയ്സി ആന്റിയല്ലേ ഇവിടെ കൂട്ടി നടക്കുന്നത്? യെസ്. നിങ്ങളുടെ മറ്റേ സ്വഭാവം ഇവിടെ ഇറക്കരുത്. കൂർക്കം വലി അമ്മാള് കേട്ടിട്ടല്ലോ, 7 നിലയിലാ കൂർക്കം വലി. രാത്രി കിടന്ന് ഉറങ്ങുമ്പോ കൂർക്കം വലിക്കാതെ എന്റെ കട്ടുകൊണ്ട് ഇരിക്കോ? എന്റെ അമ്മേ, ഇതിലും ഭേദമാ കട്ടവണ്ടി. ഈശ്വര, ടിറ്റോ ഇതൊന്നും അറിയില്ലേ. വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നൈറ്റ്. അമ്മാൾ.